ഇതര മതസ്ഥരായ യുവതീ യുവാക്കളെ ഇസ്ലാമിക മതത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്ന അൺമാസ്കിംഗ് എത്തിസം സലഫി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ദുരൂഹം. സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് ആസൂത്രിതമായ മതപ്രചാരണമാണ് അൺമാസ്കിംഗ് എത്തിസം എന്ന സലഫി ഗ്രൂപ്പ് നടത്തുന്നത്. സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും ലക്ഷ്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അനഘ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങൾ ജനം TV ഈ വാർത്ത പുറത്തുവിട്ടു. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. കാരണം ബീച്ചിലേക്ക് അടക്കം എത്തുന്ന, ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലേക്ക് എത്തുന്ന പെൺകുട്ടികളെ അടക്കം ഈ മതം മാറ്റത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം, അവരുടെ ഇടപെടലുകൾ, ഒപ്പം ഏത് തരത്തിലാണ് അവരുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്? പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അവർക്ക് ആരാണ് നിർദ്ദേശം നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ. KP, ഈ അൺമാസ്കിംഗ് എത്തിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പ് അംഗങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ മുജാഹിദീൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഗ്രൂപ്പ് അംഗങ്ങളിലുള്ളവർ. ഈ മുജാഹിദീൻ വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഈ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക മതചിന്തകളുള്ള, അതിൻ്റെ എക്സ്ട്രീം വേർഷനിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ മുജാഹിദീൻ വിഭാഗത്തിൽപ്പെട്ടവർ. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. സജീവ ചർച്ചകളും മറ്റുമൊക്കെ ആയിട്ടാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടമുള്ളത്. ഇത്തരം ഗ്രൂപ്പ് അംഗങ്ങൾ, ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇസ്ലാമിക മതപ്രചരണം നടത്തുന്നു. ഇത് നേരിട്ടല്ല ഇവർ നടത്തുന്നത്. അതായത് ഇത്തരത്തിൽ ദൈവത്തെക്കുറിച്ചും മറ്റുമൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തുന്നു. പിന്നീട് ഇവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ഇസ്ലാമിക പ്രചരണം നടത്തുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ, എല്ലാ മതസ്ഥരും എത്തുന്ന കോഴിക്കോട് ബീച്ചിൽ എത്തിക്കൊണ്ട് ഇവർ സജീവമായി തന്നെ നടത്തിയിരിക്കുന്ന, ഒന്നും രണ്ടും വട്ടമല്ല, നിരന്തരം ഇവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോയിലുള്ളത്, അതായത് തട്ടമിടാത്തൊരു മുസ്ലിം പെൺകുട്ടിയോട് തട്ടത്തെക്കുറിച്ചും അതിൻ്റെ ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാഴ്ച കൂടി കോഴിക്കോട് ബീച്ചിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഈ സലഫി ഈ ഗ്രൂപ്പ് ഈ അടുത്ത ദിവസം ഒരു സംവാദ മത്സരം നടത്തുന്നുണ്ട്. ഇത് ഇവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. ഈ സംവാദം നടത്തുന്ന സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. UAE കേന്ദ്രീകരിച്ച് ആണ് ഇവർ ഓൺലൈൻ സംവാദം നടത്തുന്നത്. കേരളത്തിലെ ഒരു നവമാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള ഇത്തരത്തിലൊരു സംഘടന എങ്ങനെയാണ്, സംഘടനയ്ക്ക് പുറത്തേക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിൽ UAE അടക്കം ഇത്തരത്തിൽ അവിടെ നിന്നുകൊണ്ട് ഇത്തരമൊരു സംവാദം സംഘടിപ്പിക്കാൻ, ഓൺലൈൻ സംവാദം സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ സംഘടനയുടെ വിദേശ ബന്ധമടക്കമാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംവാദത്തിൽ പോലും ഇവർ എതിർ ശബ്ദങ്ങളെ, അതായത് ഇവർ മതമില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആ രീതിയിലുള്ള ആളുകളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരെയാണ് ഇത്തരത്തിൽ ഈ സംവാദത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും അധികം ദുരൂഹത ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഇത്തരത്തിലൊരു നവോത്ഥാന സമൂഹത്തിൽ നിന്നുകൊണ്ട് ബീച്ച് പോലൊരിടത്ത് ഇങ്ങനെ ഒരു സംവാദം അല്ലെങ്കിൽ ഇങ്ങനെ മതപ്രചരണം നടത്താൻ ഇവർക്ക് എങ്ങനെയാണ്, ഇവരുടെ പിന്നിലുള്ള ആളുകൾ ആരൊക്കെ, ഈ രീതിയിലൊക്കെ അന്വേഷണം മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്തായാലും ശക്തമായിട്ടുള്ള ഈ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദിയും BJP അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. KP.